ഓം കർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ചാമൃതാം ധർമ്മസ്മൂഢചേതഃ യശ്രേയസ്യാനിശ്ചിതം പ്രോഹിതൻ മേ ശിഷ്യശ്ചേകം ശാലിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 16-ാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അതിനു മുമ്പ് 12-ാമത്തെ ശ്ലോകം തൊട്ട് നമുക്കൊന്നുകൂടി പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ശ്രേയോഗിജ്ഞാനം അഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മ ഫലത്യാഗ ത്യാഗാചാന്തിരനന്തരം അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണ യവജ നിർമ്മമോ നിരഹങ്കാരക സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർയോ മേ ഭക്തസമയപ്രിയക യസ്മാന്നോ ദിജതേ ലോകാ ലോകാന്നോ ദിജേചേഹ ഹർഷാവർഷഭയദ്യോഗൈ മുക്തോയ സജമേ പ്രിയഃ. ഈ 13-ാമത്തെ ശ്ലോകം തൊട്ട് ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ സ്വഭാവ പരിവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരു ഭക്തന്റെ ലക്ഷണമാണ് ഭഗവാനെ ഇത്തരത്തിലുള്ള ഭക്തരെയാണ് പ്രിയം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ഓർത്തിരിക്കണം എന്ന് ഭക്തിയോഗത്തിൽ 19 ശ്ലോകങ്ങളും 20 ശ്ലോകമേ ഉള്ളൂ. അതിൽ 19 ശ്ലോകങ്ങളും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നിത്യജീവിതത്തിൽ ആ പറയുന്ന ഭഗവാൻ പറയുന്ന ഭക്തിമാർഗത്തെ അനുസരിക്കുന്നവർക്ക് ഈ പറയുന്ന 13-ാമത്തെ ശ്ലോകം തൊട്ട് പിന്നെ പറയുന്ന 8 ശ്ലോകങ്ങളുടെ, അതായത് 20-ാമത്തെ ശ്ലോകം വരെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ ആചരിച്ച് ഭഗവാന്റെ പ്രീതി നേടാൻ ഉതകുന്നതാണെന്നർത്ഥം. ഇതിലെന്താണോ കുറവുള്ളത് അത് നമ്മൾ നികത്തണം നമ്മുടെ സ്വഭാവത്തിൽ. അപ്പോൾ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അനപേക്ഷ ശുചിർദശ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഇന്ദ്രിയ വിഷയ ബന്ധങ്ങളിൽ ഒന്നിലും ആഗ്രഹമില്ലാത്തവനും അകത്തും പുറത്തും ശുദ്ധിയുള്ളവനും കർമ്മകുശലനും പക്ഷപാതമില്ലാത്തവനും ഭയം അകന്നവനും എല്ലാ ഉദ്യമങ്ങളും വെടിഞ്ഞവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു. സർവാരംഭ പരിത്യാഗി എന്ന പ്രയോഗം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. പലതരം വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കേവലമായ നിഷ്ക്രിയത്വമല്ല സർവകർമ്മ ഫലത്യാഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഭോഗവസ്തുക്കളെ നൽകുന്നതും കാമഹേതുക്കളായ കർമ്മങ്ങളെ പരിത്യജിക്കുവാൻ ഉദ്ദേശിച്ചാണ് സർവകർമ്മ ഫലത്യാഗം. അതായത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെ പരിത്യജിക്കുക, അതായത് കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്നർത്ഥം. അതിനു വേണ്ടിയിട്ട് ഇന്ദ്രിയ വിഷയബന്ധങ്ങളിൽ നിന്ന് ഒന്നിലും ആഗ്രഹമില്ലാത്തവനായിട്ട് മാറണം. അതായത് ഭൗതികമായിട്ട് ലൗകികമായിട്ടുള്ള രജോഗുണത്തിൽ നിന്നുളവാകുന്നതായ എല്ലാവിധ ബന്ധങ്ങളും വിഷയബന്ധങ്ങളും വിരക്തി ഉണ്ടാക്കി അതിനെ ഉപേക്ഷിക്കണം എന്നർത്ഥം. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക. അതാണ് ഏറ്റവും. സംഘദോഷം ഉണ്ടാകാതെ സമ്പർക്കദോഷവും ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഒന്നിനും ലിമിറ്റിൽ കൂടുതൽ മമതാബന്ധം വയ്ക്കാതിരിക്കുക. അത് നമ്മുടെ ഭൗതിക ബന്ധുക്കളായിക്കോട്ടെ, അതായത് ആത്മബന്ധം കൊണ്ടോ രക്തബന്ധം കൊണ്ടോ നക്ഷത്രബന്ധം കൊണ്ടോ ഉള്ള ബന്ധങ്ങള് ഇന്ദ്രിയ വിഷയങ്ങളിലൂടെ ഒക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരും. അപ്പോൾ അതിൽ നിന്ന് സംഘദോഷവും സമ്പർക്കദോഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയ വിഷയബന്ധങ്ങളിൽ ഒന്നിലും ആഗ്രഹമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് വിരക്തി ഉണ്ടാക്കുക, അതിനോട് മമതാബന്ധമില്ലാതിരിക്കുക. ഉപയോഗിക്കേണ്ട കാര്യങ്ങളില്ലേ, ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ നമ്മൾ സജീവമായിട്ട് നിയന്ത്രണത്തിൽ ഉപയോഗിക്കുക എന്നർത്ഥം. അത് ഇന്ദ്രിയ വിഷയങ്ങളിൽ അമിതമായ വിഷയബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, മമതാബന്ധം ഉണ്ടാക്കാതിരിക്കുക എന്നർത്ഥം. അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പരിപക്വമാക്കുക എന്നുള്ളതാണ് നിയന്ത്രണത്തിന്റെ ഉദ്ദേശം. അകത്തും പുറത്തും ശുദ്ധിയുള്ളതായിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. അന്ധക്കരണ ശുദ്ധി ഉണ്ടാക്കുക എന്നർത്ഥം. പിന്നെ കർമ്മകുശലത എന്ന് പറഞ്ഞാൽ ഏത് കാര്യവും ഏത് ജോലിയും ഏത് സമയത്തും ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല. ഇതെൻ്റെ ജോലിയല്ല, അതെൻ്റെ ജോലിയാണ്, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിരിക്കുന്നതാ, എനിക്കിത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഈഗോ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ ഉണ്ട്. നമ്മൾ ഏത് കാര്യവും ഏത് സമയത്തും ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് ഇവിടെ കർമ്മകുശലത എന്ന് പറയുന്നത്. യഥാർത്ഥ ഭക്തിയുള്ളവർക്ക് ഈ പറയുന്ന യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ എവിടെ ചെന്നാലും ഏത് കാര്യവും സേവനഭാവത്തോടെ ചെയ്യാനുള്ള ആ കുശലത, അതായത് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ആ മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മശുദ്ധി വരിക എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഇവിടെ ഏത് കാര്യവും
അടുക്കളയിൽ പോയിട്ട് ചെയ്യണമെങ്കിലോ ഇല്ലേ പുറത്ത് എന്തെങ്കിലും അടിക്കോ തുടയ്ക്കോ എന്ത് കാര്യം ചെയ്യണമെങ്കിലും എവിടെ ചെന്നാലും ചെയ്യാൻ ആ കർമ്മകുശലത അവിടെ ഒന്നും കേമത്തം കാണിച്ചുകൊണ്ട് നിൽക്കാതെ എല്ലാവരുടെ കൂടെ മിങ്കിളായിക്കൊണ്ട് എല്ലാവരും ചെയ്യുന്ന കൂടെ അവരവരുടെ സ്ഥാനമായിട്ട് എവിടെ ചെന്നാലും വേണ്ടില്ല അവിടെയൊക്കെ നമ്മുടേതായിട്ട് കരുതിക്കൊണ്ട് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളയിടത്ത് അതേപോലെ പെരുമാറാൻ സാധിക്കണം. അതിനെയാണ് കർമ്മകുശലത എന്ന് പറയുന്നത്. ചില സ്ഥലത്തൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്വാതന്ത്ര്യ ഭാവം നമുക്ക് തന്നെ തോന്നും അവിടെ ഒരു അസ്വാതന്ത്ര്യതായിട്ട്. അതല്ല, അവിടെ നമുക്ക് മനസ്സിനോട് ഇല്ലെങ്കിൽ നമ്മുടെ മാനസിക നിലയോട് അടുപ്പിച്ച് പെരുമാറുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി പെരുമാറുന്നവരുടെ അടുത്ത് ചെന്നാൽ നമുക്ക് അതനുസരിച്ച് ഫീൽ ചെയ്യും. അപ്പൊ അവിടെയൊക്കെ എവിടെ ചെന്നാലും വേണ്ടില്ല ഏത് കാര്യവും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു കുശലത, ഒരു ഉത്സാഹം, അതിനെയാണ് കർമ്മകുശലത എന്ന് പറയുന്നത്. അത് രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടാകുക. ആ രജോ ഗുണത്തെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. രജോ ഗുണം കൊണ്ട് തന്നെ അഹങ്കാരവും ഈഗോയിസും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതിലൊന്നും ഇല്ലാതെ പക്വത വന്നു കഴിഞ്ഞാൽ ഈ കർമ്മകുശലത പെരുമാറും. അവിടെ അത് പെരുമാറുന്ന സ്ഥലത്ത് ഒരിക്കലും പക്ഷപാതവും പാടില്ല. ഇതെൻ്റെ അല്ല, നിൻ്റെ അല്ല, ഇത് ഞാൻ എന്തിനാ ചെയ്യണേ, ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മം ചെയ്യാൻ പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ നമുക്ക് ഉണ്ടാകാം. അതില്ലെങ്കിൽ മറ്റുള്ളവർ മുമ്പിൽ കാണിച്ച് കൊടുക്കാൻ, ഇല്ല പ്രകടമാക്കാൻ, അത് സ്വതന്ത്രമായിട്ട് പെരുമാറാൻ ഒരു സങ്കോചമൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും ഇല്ലാതെ കർമ്മകുശലതയോടുകൂടി പെരുമാറാൻ സാധിക്കണം. ഒരിക്കലും പക്ഷപാതം പാടില്ല. നിൻ്റെയും നിൻ്റെയും മറ്റേയും മുമ്പിലും പുറകിലും ഇല്ല, ഞാൻ എന്തിന് ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ രണ്ട് തരത്തിൽ പെരുമാറുന്ന രീതിയാണ് പക്ഷപാതം എന്ന് പറയുന്നത്. അത് കർമ്മകുശലതയുള്ളവർക്ക് ഒരിക്കലും പാടില്ല. എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ട് അവർക്കൊക്കെ സേവനം ചെയ്യാൻ തയ്യാറാകുന്നവനായിരിക്കണം. പിന്നെ ഭയം അകന്നവനായിരിക്കണം. അതായത് ഈശ്വരൻ്റെ ഉപാസനയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണമാണ് നിർഭയത്വം. നമുക്ക് ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. അത് മാറിയാൽ തന്നെ 90% ഭയം മാറും. കാരണം ഈ ശരീരം നഷ്ടപ്പെട്ടാലും പുതിയത് കിട്ടും. പിന്നെ എന്തിനു പേടിക്കണം? ഏത് തരത്തിൽ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ആരും തല്ലു കൊല്ലു എന്ത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇനി മഹാരോഗങ്ങൾ വന്നിട്ട് മരിച്ചാലും വേണ്ടില്ല, ഈ ശരീരം കേടുവന്ന് പോയാൽ പുതിയത് കിട്ടും. പിന്നെ എന്തിനാ പേടിക്കണേ? നമ്മുടെ ജീവനെ ആർക്കും തൊട്ട് കളിക്കാൻ സാധ്യമല്ല. ആ ആത്മചൈതന്യത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വരൂപമായിരിക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ അംശമായിരിക്കുന്ന ജീവാത്മാവിനെ ആർക്കും തൊട്ട് കളിക്കാൻ സാധ്യമല്ല. നൈനം ചിന്തന്ത്രി സസ്താനി നൈനം ജഗതി പാവക നൈജൈനം ക്ലേദയന്തിയോപോ നാ ശോഷിയതി മാരുത. അതുകൊണ്ട് ഒരു കാരണം പറഞ്ഞിട്ടും നമുക്കതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആർക്കും നമ്മുടെ ജീവനെ തൊട്ട് കളിക്കാൻ സാധ്യമല്ല. ഈ ശരീരത്തെ എന്ത് വേണം ചെയ്തോട്ടെ, അത് നഷ്ടപ്പെട്ടാലും നമുക്ക് പുതിയത് കിട്ടുകയും ചെയ്യും. അപ്പൊ പിന്നെ എന്തിനു ഭയപ്പെടണം? അപ്പൊ ഭക്തിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ്, ദൈവീക ഗുണമാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അതുണ്ടായിരിക്കണം. പിന്നെ എല്ലാ ഉദ്യമങ്ങളും വെടിഞ്ഞവനായിരിക്കുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടൊന്നും തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കർമ്മവാസന കൊണ്ട് പലതും നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കണം എപ്പോഴും. അപ്പം പുതിയതായിട്ട് സംഘത്തിൽ നിന്നോ സമ്പർക്ക ദോഷത്തിൽ നിന്നോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുടെ പ്രേരണ കിട്ടിയിട്ട് നമ്മൾ അതിലൊക്കെ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുതിയൊരു ബന്ധം ഉണ്ടാക്കി കർമ്മബന്ധനത്തിന് കാരണമായി ഭവിക്കും. ചിലപ്പം അത് പുതിയതായിട്ടൊക്കെ പകുതി ജീവിതത്തിൽ ഏറ്റെടുത്ത് ചെയ്യാനൊക്കെ പുറപ്പെട്ടാൽ ചിലപ്പോൾ അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാവില്ല, പ്രാരാബ്ധമായിട്ട് മാറും. നമ്മൾ നിത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും ചിലപ്പം യഥാവിധി ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് പുതിയതായിട്ടൊന്നും ഏറ്റെടുക്കാതിരിക്കുക. അതിനാണ് പുതിയ ഉദ്യമങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുക ഒരു ഭക്തന്റെ ലക്ഷണമായിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അഥവാ പുതിയതായിട്ട് എന്തെങ്കിലും ഏറ്റെടുത്താൽ അത് പലതരത്തിലുള്ള ബന്ധങ്ങൾക്കും ബന്ധനങ്ങൾക്കും കാരണമായി ഭവിക്കും. അത് പിന്നീട് പ്രാരാബ്ധമായി ഭവിക്കും. അതിൽ നിന്ന് സംഘദോഷം, സമ്പർക്കദോഷം എന്ന അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാകും. നമ്മളെ കർമ്മബന്ധനത്തിൽപ്പെടുത്തിയിട്ട് വീണ്ടും അതേ കാരണം കൊണ്ട് തന്നെ ജനിക്കാനിട വരും. അതുകൊണ്ടാണ് പുതിയ ഉദ്യമങ്ങളൊന്നും തുടങ്ങാതിരിക്കുക. അതൊക്കെ ഉപേക്ഷിക്കണം. അപ്രകാരമുള്ള എൻ്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണെന്ന് പറയും. അവർ സർവാരംഭ പരിത്യാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യമങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക എന്നല്ല അർത്ഥം. സർവാരംഭ പരിത്യാഗി എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിക്കുക, അതല്ല. കാമ്യകർമ്മങ്ങളെ പുതിയതായിട്ട്, അതായത് നമുക്ക് ഭോഗവസ്തുക്കളിൽ, ഭൗതികമായ വസ്തുക്കളിൽ ഉള്ള വിരക്തി ഉണ്ടാക്കിയെടുക്കുമ്പം പുതിയതായിട്ട് ചില സംഘങ്ങളിലോ സംഘടനകളിലോ ഇല്ലെങ്കിൽ പല പ്രേരണകളും നമുക്കുണ്ടാകും. അതിൽ നിന്ന് പുതിയതൊക്കെ എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ സംഘദോഷവും സമ്പർക്കദോഷവും ഒക്കെ ഉണ്ടാക്കും. അത് ഭക്തിഭാവത്തിൽ തന്നെ അല്ലെങ്കിൽ സത്സംഗങ്ങളിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിന്തയും വാക്കും പ്രവൃത്തിയും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും.
അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അതിശ്രേഷ്ഠത നിലനിർത്തുക ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പലയിടത്തും ചെന്ന് കഴിയുമ്പോൾ പുതിയതായിട്ട് ക്ഷേത്രം ഉണ്ടാക്കാൻ ഞാൻ ഒരിക്കലും ആരെയും അനുവദിക്കില്ല, അതിനോട് വേണ്ടിയിട്ട് ഉപദേശവും കൊടുക്കില്ല. നിങ്ങൾ പഴയതായിട്ട് കാരണവന്മാരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് പൊടി തട്ടെടുത്ത് നമുക്ക് അതുപോലും നേരാവണ്ണം കൊണ്ടു കിടക്കാൻ സാധിക്കുന്നില്ല, എന്നിട്ട് പുതിയതായിട്ട് ഓരോന്നും ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ സാധിക്കുക? അപ്പൊ അത് ഈ പുതിയതായിട്ടുള്ള ഒരു ഉദ്യമങ്ങളും തുടങ്ങാതിരിക്കുക എന്നുകൂടി ഭക്തന്റെ ഒരു ലക്ഷണമായിട്ട് ഇവിടെ പറയുന്നുണ്ടെന്ന്. അപ്പം ഈ സത്സംഗങ്ങൾ തന്നെ ഇപ്പം പലതും നമ്മളെ ഏറ്റെടുത്ത് ചെയ്യും, ലോകോപകാരപ്രദമായിരിക്കും. പക്ഷേ അതിലേതെങ്കിലും വിധത്തിൽ പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നാൽ അത് നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്താൽ തന്നെ അതിനൊരു പ്രത്യേകമായ ലക്ഷ്യവും അതിൻ്റെ ഒരു കർമ്മ പദ്ധതിയും നമുക്കുണ്ടായിരിക്കണം. പ്രത്യക്ഷ ഭക്തി വിവേചന ശക്തി ദൃഢനിശ്ചയം. അതുകൊണ്ട് മറ്റുള്ളവർക്കോ തനിക്കോ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടോ കർമ്മബന്ധനങ്ങളോ ഉണ്ടാക്കാത്ത വിധത്തിൽ പവിത്രമായ അന്ധകരണ ശുദ്ധിയോടുകൂടി ചെയ്യേണ്ടതാകുന്നു എന്നർത്ഥം. അതാണ് ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ചാൽ ഈ പറയുന്ന പുതിയതായിട്ടോ ഒന്നും ആഗ്രഹങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രണം നൽകുക, ആഗ്രഹമില്ലാതിരിക്കുക, അകത്തും പുറത്തും ശുദ്ധി ഉണ്ടായിരിക്കുക, പക്ഷപാതം ഇല്ലാതിരിക്കുക, കർമ്മ കുശലത. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്തു. നമ്മളെ കൊണ്ട് മറ്റേ ചെയ്യിപ്പിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് പുതിയ ഉദ്യമങ്ങൾ തുടങ്ങിയാൽ നമുക്ക് പലരുടെയും സഹായം വേണ്ടി വരും. അതിൽ നിന്ന് സംഘദോഷവും സമ്പർക്കദോഷവും വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഭൗതിക കാര്യങ്ങളായാലും വേണ്ടില്ല, നമുക്ക് ലോകോപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സ്വയം ചെയ്യാവുന്നതൊക്കെ സ്വയം ചെയ്യാൻ. മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. അതിനെയാണ് ഇവിടെ സർവാരംഭ പരിത്യാഗി എന്ന് പറയുന്നത്. അതായത് ഭൗതികമായിട്ട് കാമ്യകർമ്മങ്ങളെ നിവൃത്തിയുള്ളിടത്തോളം അതിൽ നിന്ന് പെടാതിരിക്കുക എന്നർത്ഥം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രകാരമുള്ള, അതായത് കൃതകൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും ഇടപെടാത്തതും. കർമ്മണോഖി ബോധവ്യം ബോധവ്യം ച വികർമ്മണാഖ കർമ്മണച്ച ബോധവ്യം ഗഗനാ കർമ്മണോ ഗതി എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ശ്ലോകമൊക്കെ ഓർത്തിരിക്കുക. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക, അതേ സമയത്ത് തന്നെ എന്താ ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ബോധം ഉണ്ടായിരിക്കുക. ഇതിനെല്ലാം കാരണം ഹേതുവായി നിൽക്കുന്നത് ഭഗവാന്റെ ശക്തി തന്നെയാണ്, നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ശരീരം കൊണ്ട് കിട്ടിയിരിക്കുന്ന ഈ ശരീരത്തെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് ആത്മബന്ധമോ നക്ഷത്രബന്ധമോ രക്തബന്ധമോ ഇല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ട് ബന്ധനങ്ങളായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇവിടെ കർമ്മബന്ധനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ ഉദ്യമങ്ങൾ, എല്ലാ ഉദ്യമങ്ങളും വെടിഞ്ഞുകൊണ്ട് നിസ്സംഗഭാവത്തിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ അതൊക്കെ നിസ്സംഗഭാവത്തിൽ. യോഗസ്ഥ കുരു കർമാണി സംഘത്തിത്വാധന ചെയ്യാം സിദ്ധിസിദ്ധ്യോ സമോഭൂത്ത സമത്വം യോഗോച്ചത്. ഈ ഒരു കർമ്മയോഗത്തിന്റെ ശ്ലോകം ഭക്തര് ഓർത്തിരിക്കണം എന്നർത്ഥം. പിന്നെ ഭഗവാൻ പറയുന്നത് എന്താ? യോന ഹൃഷ്യതിനദ്വേഷ്ടി നാ ശോചതീന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ സമേ പ്രിയ. യാതൊരുവൻ ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാതെയും അനിഷ്ടപ്രാപ്തിയിൽ ദ്വേഷിക്കാതെയും ഇഷ്ടനാശത്തിൽ ദുഃഖിക്കാതെയും ഇഷ്ടവസ്തുക്കളെ ആഗ്രഹിക്കാതെയും ഇരിക്കുന്നുവോ, യാതൊരുവൻ ശുഭാശുഭങ്ങളെ പുണ്യപാപങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നുവോ, ആ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. യാതൊരുവൻ ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാതെയും അനിഷ്ടപ്രാപ്തിയിൽ ദ്വേഷിക്കാതെയും. അതായത് നമ്മൾ യഥാർത്ഥ ഭക്തിഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പോലും ഇച്ഛിക്കാതെ തന്നെ ചില ഇഷ്ടഭോഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നുപെടും. നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ പോലും. അതായത് അനന്യാ ചിന്തയന്തോ മാം യേജനാ പരിയുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. അപ്പം അനന്യഭക്തനായിട്ടും ഈ ഭഗവാൻ പറഞ്ഞ രീതിയിലുള്ള ഭക്തനായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ യോഗക്ഷേമങ്ങളെ ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടം മനസ്സിൽ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല അതൊക്കെ സാധിപ്പിച്ചു തരുമ്പോൾ ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടും. ചിലപ്പോൾ കുമിഞ്ഞുകൂടും. നമുക്ക് പോലും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനാണെങ്കിൽ ഇപ്പം മിതമായിട്ട് ജീവിതം നയിക്കുന്ന ഒരാൾക്ക് അതും ഇതുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ അത്രയ്ക്ക് ആവശ്യമുണ്ടാവില്ല. ലളിതമായ ജീവിക്കുന്ന ആൾക്ക് എന്തൊക്കെ കിട്ടിയാലും എന്താ കാര്യം? അതിലൊന്നും സിദ്ധിസിദ്ധ്യോ സമഭൂത്ത എന്നുള്ളവർക്ക് ഈ പറയുന്ന ഭാവമൊന്നും നമുക്കുണ്ടാവില്ല. അപ്പം പ്രതീക്ഷിച്ചിരിക്കാതെ ചിലപ്പോൾ ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടുമ്പം അതിൽ ലിമിറ്റ് കൂടുതലൊന്നും സന്തോഷിക്കാതിരിക്കുക. പിന്നെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അപ്പൊ അനിഷ്ടപ്രാപ്തിയിൽ പരാതിയും കുറ്റവും പറയാതിരിക്കുക, അതാണ് ദേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇഷ്ടനാശത്തിൽ ഇഷ്ടമുള്ളത് കിട്ടിയത് ചിലപ്പോൾ നഷ്ടപ്പെടും. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ എടുത്തു വെച്ചു എന്നിരിക്കും. വേണ്ടാന്ന് ഉദ്ദേശിച്ചാലും വേണ്ട, ചിലത് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് ഇഷ്ടം തോന്നിയിട്ട് അത് എടുത്തു വെച്ചു എന്നിരിക്കും. അത് ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടാലും അത് ദുഃഖിക്കാതിരിക്കുക. അപ്പം ഇഷ്ടഭോഗങ്ങളിൽ ദുഃഖിക്കാതിരിക്കുക. ഇങ്ങനെ ഇഷ്ടവസ്തുക്കളെ ആഗ്രഹിക്കാതെയും ഇരിക്കുന്നുവോ,
യാതൊരുവൻ ശുഭാശുഭങ്ങളിൽ പുണ്യപാപങ്ങളിൽ ആഗ്രഹിക്കാതെ, അല്ലെ പുണ്യപാപങ്ങൾ ഉപേക്ഷിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. പുണ്യവും പാപവും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. നമ്മൾ ഭക്തരായിട്ട് മാറിക്കഴിഞ്ഞാൽ പുണ്യകർമ്മങ്ങളായിരിക്കും ഒരുപാട് ചെയ്യുക. അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും ചെയ്താൽ തന്നെ പാപം ചെയ്യില്ല, പക്ഷേ പുണ്യങ്ങൾ ചെയ്യും. പുണ്യം ചെയ്താൽ അത് കർമ്മബന്ധനായിട്ട് മാറും. അതുകൊണ്ടാണ് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്താൽ കർമ്മത്തിൽ പവിത്രത വരും. ആ പവിത്രത ഉണ്ടായാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ. ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പുണ്യം ഉണ്ടാകരുത്, പാപം ഉണ്ടാകരുത്. ഇത് രണ്ടിലേതെങ്കിലും ഉണ്ടായാൽ കർമ്മബന്ധനായിട്ട് മാറും. അതേ കാരണം കൊണ്ട് വീണ്ടും ജനിക്കേണ്ടതായിട്ടും വരും എന്നർത്ഥം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യാതൊരുവൻ ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കരുത്, അത് ലിമിറ്റ് കൂടുതൽ സന്തോഷിക്കരുത്. അത് സംഘദോഷം അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് സന്തോഷത്തിന് കാരണം. അതായത് ഉടനെ തന്നെ ദുഃഖിച്ചു. ലിമിറ്റ് കൂടുതൽ സന്തോഷം ഉണ്ടായാൽ അതിൽ നിന്ന് അഹങ്കാരം ഉണ്ടാകും. ഏതെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ട് തന്നെ അത് നമുക്കൊരു ദുഃഖത്തിന് കാരണമായിട്ട് മാറും. അതുകൊണ്ടാണ് ലിമിറ്റ് കൂടുതൽ സന്തോഷിക്കേണ്ട. അതിവിടെയൊക്കെ നിസ്സംഗഭാവം പ്രകടമാക്കണം എന്നർത്ഥം. അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖിക്കുകയോ പരാതി പറയോ കുറ്റം പറയോ ചെയ്ത് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തത് തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടും ഇഷ്ടമില്ലാത്തവർ ചിലപ്പോൾ അവരോടുമായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വന്നാലും പരാതിയും കുറ്റം പറയാതിരിക്കുക, അതിനെ ദ്വേഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ കുറ്റം പറയോ പരാതി പറയോ അവിടെയൊക്കെ ഭഗവാൻ എപ്പോഴും പ്രസന്നചിത്തനായിരിക്കുന്നത് പോലെ തന്നെ നമുക്കും പ്രസന്നചിത്തനായിട്ടിരിക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു അന്ധകരണ ശുദ്ധി വന്നാൽ അത് സാധിക്കും. പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതോ ഇഷ്ടപ്പെട്ടവരോ ഒക്കെ നഷ്ടപ്പെട്ടാലും അതിൽ ലിമിറ്റ് കൂടുതൽ ദുഃഖിക്കുകയൊന്നും വേണ്ടെന്നാ പറയുന്നത്. ഇതൊക്കെ സുഖവും ദുഃഖവും ഒക്കെ വന്നും പോയൊക്കെ ഇരിക്കുന്ന ഭഗവാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാ ജയോ തതോ യുദ്ധായ യുജ്യസ്യ നൈവം പാപം അഭാസ്യസി. ഈ സുഖദുഃഖങ്ങളും ചൂടും തണുപ്പും ഇതൊക്കെ പ്രകൃതിയുടെ നിയമമാണ്. ഇതൊക്കെ വന്നും പോയിരിക്കും. ഇതിലൊക്കെ സഹന മനസ്ഥിതി നമുക്ക് ഉണ്ടായിരിക്കണം. ഒക്കെ സഹിക്കാൻ തയ്യാറാകുക. അത് സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതായ കർമ്മങ്ങൾ ഉപേക്ഷിക്കാതെ അത് കൃത്യമായിട്ട് കർമ്മകുശലതയോടെ ചെയ്യുകയും വേണം. അതുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഭക്തരെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നു. ശുഭാശുഭങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നിഷ്കാമകർമ്മമാണ് ചെയ്തത്. ഒരു തരത്തിലുള്ള ഫലവും ഇച്ഛിക്കാതെ കർമ്മശുദ്ധിയോടുകൂടിയാണ് കർമ്മം ചെയ്താലും അതിൽ നിന്ന് ശുഭവും ഉണ്ടാകാം അശുഭവും ഉണ്ടാകാം, രണ്ടും സംഭവിക്കും. അത് രണ്ടും ഉണ്ടായാലും അതിനെ സമചിത്തയോടെ നേരിടണം എന്നാണ്. അതായത് പുണ്യമുണ്ടായാൽ അതിൻ്റെ സുഖം അനുഭവിക്കേണ്ടി വരും, പാപമുണ്ടായാൽ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ കലിയുഗം കൂടെ ആയതുകൊണ്ട് പ്രത്യക്ഷ ഫലമായിരിക്കും, കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് ശുഭമായിട്ട് മാറും. ഇനി അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്താൽ അതിൻ്റെ പാപഫലവും പ്രത്യക്ഷമായിട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ദുരിതവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അധികം ഒന്നും കാത്തിരിക്കൊന്നും വേണ്ട എന്നർത്ഥം. കാരണം നമ്മുടെ സ്പീഡ് കൂടി എന്ന് പറയുന്ന പോലെ തന്നെയാണ് കലിയുഗത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് നമുക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഭരണവും അതിൻ്റെ ഫലവും അനുഭവിക്കാനുള്ള ഭാഗ്യവും കൂടെ ഉണ്ടെന്നർത്ഥം. അപ്പം ഈ ശുഭാശുഭ ഫലങ്ങള് ഭക്തന്മാർക്ക് തന്നെ ഉണ്ടാകും. അത് ഉണ്ടായാൽ അതിനെ ഉപേക്ഷിക്കണം എന്നാ പറയണം. അതായത് പുണ്യപാപങ്ങളെ തന്നെ ഉപേക്ഷിക്കണം. അതാണ് നിഷ്കാമകർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഫലേച്ഛയില്ലാതെയും കർത്തൃത്വ അഭിമാനമില്ലാതെയും കർമ്മം ചെയ്താൽ ഏത് കാര്യം കൗന്ദേയ തത്പുരുഷം അതർപ്പണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പുണ്യപാപങ്ങളെ ഉപേക്ഷിച്ച് ചെയ്താൽ അത് പവിത്രത വരും. പവിത്രത വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ജ്ഞാനം, തിരിച്ചറിവ് തന്നെ ഉണ്ടാകാം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ തത്സ്വയം യോഗസംഹൃതിയും കാലേനാത്മനി വിരുദ്ധതി എന്നൊക്കെ 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞല്ലോ. ഏത് കർമ്മം ചെയ്താലും അതെല്ലാം അന്ത്യമായിട്ട് ചെന്ന് അവസാനിക്കുന്നത് പവിത്രമായ ജ്ഞാനത്തിലായിരിക്കും. ആ ജ്ഞാനം ലഭിച്ചാൽ പിന്നെ ഈ കർമ്മങ്ങളൊക്കെ ഭസ്മമായി തീരും. അതിലൊന്നും പ്രത്യേകത ഇല്ലാന്ന് നമുക്ക് തന്നെ തോന്നും. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള ഭാവമൊന്നും യഥാർത്ഥ ഭക്തനുണ്ടാവില്ല. നമ്മളില്ലേലും ഈ ലോകം നടക്കും. നമ്മുടെയൊക്കെ ധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നടക്കില്ല, ഒക്കെ നടന്നോളും, നമ്മൾ ഒന്നും കാരണമല്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിതം ധന്യമാക്കണമെങ്കിൽ ഭഗവാൻ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ച് സന്തോഷത്തോടു കൂടി അനായാസേന ജീവിക്കൂ. അതിന് ഭഗവാൻ പറഞ്ഞ ഭക്തി മാർഗത്തോളം ശ്രേഷ്ഠമായ മാർഗം അത് അവരവർക്ക് ആചരിക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
ഇൻഡിവിജ്വലി ഇത് പഠിച്ചിട്ട് ചെയ്യാനുള്ളതാ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കാണാപ്പാഠം പഠിച്ച് ഘോരഘോരം പ്രസംഗിച്ച് ഇല്ലെങ്കിൽ ലോകത്തെ നന്നാക്കാന്ന് അതിനുവേണ്ടി പുറപ്പെട്ടാലൊന്നും അതൊന്നും സാധ്യമല്ല. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ഇത് പഠിച്ചിട്ട് ഇൻഡിവിജ്വലി നമ്മുടെ സ്വഭാവത്തിൽ ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കണം. ആദ്യം തന്നെ സ്വഭാവം അനലൈസ് ചെയ്യണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്തനാണെങ്കിൽ, ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഇതൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ ഒന്ന് അനലൈസ് ചെയ്യുക. ഇതൊക്കെ ഈ രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത്? ഇല്ലെങ്കിൽ ഈ ഒരു ശ്രേഷ്ഠമായ സമാവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കണം. അപ്പോഴേ ഗീത പഠിക്കുന്നതിൻ്റെ യഥാർത്ഥ പ്രയോജനം നമുക്കുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ ഗീതയെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ഈ ശുദ്ധീകരണം നമ്മൾ കൊണ്ടുവരണം. അത് മസ്റ്റാണ്. ആദ്യം നമ്മുടെ നെഗറ്റിവിറ്റി പോയി ഇതെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്ന ഈ ഭക്തന്റെ ലക്ഷണങ്ങളെല്ലാം, ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണെങ്കിൽ അതെല്ലാം എന്നിലുണ്ടോ, അതിൽ ഏതെങ്കിലും ഒരു അംശമെങ്കിലും നമ്മളിലുണ്ടോ എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്യണം. മറ്റൊരാളെ കൊണ്ട് കോപ്പി ചെയ്യിപ്പിക്കാനോ ഇല്ലെങ്കിൽ എന്താന്ന് കണ്ടെത്താനോ ഒന്നും സാധിച്ചു എന്നിരിക്കില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ സ്വഭാവത്തെ നമ്മൾ സ്വയം അനലൈസ് ചെയ്യണം. എന്നിട്ട് അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. സദ്ഗുണങ്ങളെയൊക്കെ നിലനിർത്തിക്കൊള്ളുക, അതിനെ ഉയർത്തിക്കൊണ്ടുവരിക, ഇല്ലാത്തതിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ വേണ്ടാത്ത ദോഷങ്ങൾ ഇല്ലെങ്കിൽ അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടുള്ള സ്വഭാവ വിശേഷം, ഈ ആസുരീഭാവം ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഭഗവാൻ പറഞ്ഞ ഭക്തന്റെ ലക്ഷണത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഭാവം നമ്മളിൽ പ്രകടമാകുന്നുണ്ട്, എപ്പോഴെങ്കിലും പ്രകടമാകുന്നുണ്ടെങ്കിൽ അതിനെ കുറേശ്ശെ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ സാധ്യമല്ല, കുറേശ്ശെ ഉപേക്ഷിക്കാനും ശ്രമിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ബാക്കി ഭാഗം 3 ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയണ്ട നയനമാർഗേണ മഹിമുഖീശാ ഗോ ബ്രാഹ്മണേഭ്യ സുമസ്തുത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഗുരുർബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.